എനിക്ക് ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട കർത്തൃദാസനോട്, തന്റെ കുടുംബത്തോട്, അപ്പോൾ തന്നെ എന്റെ കുടുംബാംഗങ്ങൾ എന്നതുപോലെ തന്നെ പ്രിയ ദൈവമക്കളെ എല്ലാവരെയും ഹല്ലേലൂയ ദൈവനാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുകയും ഓരോ ദിവസവും നമ്മെ ജയോത്സവമായി നടത്തുകയും ചെയ്യുന്ന ദൈവത്തിന് ഇന്ന് പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ, നന്ദിയുള്ള അധരത്തോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദിനംതോറും ഓരോ ദിവസവും രാപ്പകൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ ദൈവദാസൻ തുടക്കത്തിൽ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ ഉറപ്പിക്കുവാനിടയായി തീർന്നു. നാം ഈ പാഴ്മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് ആവശ്യമാണ്. അതാണ് ദൈവദാസൻ തുടക്കത്തിൽ പറയുവാനിടയായി തീർന്നത്. ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കർത്തൃദാസന്മാർ ഇതിലുണ്ട്. ഹല്ലേലൂയ കർത്തൃദാസന്മാര്, കർത്തൃദാസിമാര്, ദൈവമക്കള്, ഞാനും റിലേറ്റഡ് ആയ എന്റെ ഒരു സഹോദരിയും ജോയിൻ ചെയ്യുന്നുണ്ട്. പ്രിയ ജസ്മോളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ദൈവദാസന്മാരുണ്ട്. എന്റെ ഹല്ലേലൂയ സഭാ ശുശ്രൂഷകനും ഇന്ന് പകൽക്കാലം ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് പകരപ്പെടാം. ഹല്ലേലൂയ നാം ആയിരിക്കുന്ന പ്രത്യേക മണ്ഡലങ്ങളില് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം പ്രാർത്ഥനയിലായിരുന്നു. ഒരു പക്ഷെ നാം ദൈവത്തോട് കൂടുതൽ അടുത്തിരിപ്പാൻ ചില വചനങ്ങൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അതാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിൽ വിശ്വസിച്ച് ഹല്ലേലൂയ പരിപൂർണമായി ദൈവത്തിൽ വിധേയപ്പെട്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആകപ്പെടുവാൻ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തെ, ദേഹം ദേഹി ആത്മാവിനെ ദൈവസന്നിധിയിൽ ഒന്ന് പകരപ്പെടാം. ഹല്ലേലൂയ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, അവൻ മതിയായ ദൈവമാണ്. ദൈവദാസൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തില് ഹല്ലേലൂയ വിശ്വാസത്തിന് പല അളവുകളുണ്ട്. ഹല്ലേലൂയ എന്റെ വിശ്വാസമല്ലായിരിക്കാം നിങ്ങളുടെ വിശ്വാസം, അല്ലെങ്കിൽ ഹല്ലേലൂയ ബഹുമാനപ്പെട്ട പാസ്റ്റേഴ്സിന്റെ വിശ്വാസമല്ലായിരിക്കാം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ വിശ്വാസത്തിന് ഏറ്റക്കുറച്ചിലുമുണ്ട്. എന്നാൽ വിശ്വാസത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ ഹല്ലേലൂയ അതിന് വിവിധ നിലവാരമുണ്ട്. അതാ ദൈവദാസൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന് ഹല്ലേലൂയ തന്റെ വസ്തുവകകളെല്ലാം നഷ്ടപ്പെടുത്തി അത് കൊടുത്തു. എന്തിനാ? ഒരു സൗഖ്യത്തിന് വേണ്ടി. ഹല്ലേലൂയ എന്നാൽ അവൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ അടുക്കൽ പോയാൽ എനിക്ക് പൂർണ്ണമായ ഒരു വിടുതൽ ഉണ്ടാകും. അവളുടെ വിശ്വാസം പോലെ തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ വസ്ത്രത്തിന്റെ ഹല്ലേലൂയ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവൾ സൗഖ്യമുള്ളവളായി മാറി. ആ നിമിഷം തന്നെ അങ്ങോട്ട് മാറിയില്ല, ഘട്ടം ഘട്ടമായിട്ടല്ല. അതായിരുന്നു അവളുടെ വിശ്വാസം, അവളുടെ വിശ്വാസവും അതായിരുന്നു. എന്നാൽ ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം നാം നോക്കുമ്പോൾ ഹല്ലേലൂയ പഴയ നിയമത്തിൽ തന്നെ ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ദൈവവചനം കാണുവാൻ സാധിക്കും. മറ്റൊരിടത്ത് ഒരു കനാനിയ സ്ത്രീയെ നമുക്ക് കാണാൻ സാധിക്കും. അവൾ ദൈവത്തിന്റെ അടുത്ത് വന്നു, ആദ്യമൊക്കെ മൈൻഡ് ചെയ്തില്ല. ഹല്ലേലൂയ എന്നാൽ അവൾ പറഞ്ഞു, എന്നെ വിടുവിക്കണം, എന്നെ രക്ഷിക്കണം കർത്താവേ, എന്റെ ഹല്ലേലൂയ ആവശ്യഭാരം നീ ഒന്ന് കേൾക്കണം. കർത്താവ് കേട്ടു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശു കർത്താവ് പറഞ്ഞു, എന്റെ മക്കളുടെ അപ്പം എടുത്ത് നീ അന്നായിക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കയില്ല. മനസ്സിലായോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ വേണ്ടി ഹല്ലേലൂയ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ആകയാൽ ആത്മശക്തി ഈ ദിവസങ്ങൾ 29 ദിവസം ഇനിയും ഒരു നിമിഷം മതി ദൈവത്തിന്റെ ആത്മാവിന് ഹല്ലേലൂയ ദൈവത്തിന്റെ ഒരു വാക്ക് മതി പ്രവർത്തിക്കുവാൻ. ഈ ഒരു നിമിഷത്തിനായി നമ്മുടെ ഹൃദയത്തെ പകരപ്പെടാൻ. കർത്താവേ, ദൈവത്തിന്റെ ആത്മശക്തി എന്റെ മേലൊന്ന് പകരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ വിശ്വാസം
പോലെ അത് ഹല്ലേലൂയ സാധാരണമായൊരു വിശ്വാസമാണ്. കനാന്യ സ്ത്രീയോട് ദൈവം പറഞ്ഞത് എന്താ? നിന്റെ വിശ്വാസം വലിയത്. അപ്പൊ നോക്കിയപ്പോൾ അവളുടെ വിശ്വാസം വലിയതാ. കാരണം അവളുടെ മകൾക്ക് ബാധയായിരുന്നു. ഹല്ലേലൂയ ഭൂതോപദ്രവമായിരുന്നു. ഹല്ലേലൂയ അവളുടെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ എന്റെ മകൾ ഒന്ന് വിടുതൽ പ്രാപിക്കണം. അവളോട് ആ പറഞ്ഞത് നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് അവളുടെ വിശ്വാസം ഹല്ലേലൂയ വലിയ വിശ്വാസമാണ്. നമുക്ക് ഏത് വിശ്വാസത്തിന്റെ ഗണത്തിൽ നാം ഉൾപ്പെടുന്നു? അതിവിശുദ്ധ വിശ്വാസം എന്ത് കൊണ്ടുവരും? ഹല്ലേലൂയ വലിയ വിശ്വാസം എന്ത് കൊണ്ടുവരും? നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനിടയാക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസം അതിവിശ്വാസമായിരിക്കട്ടെ, അതിമഹത്തായ വിശ്വാസമായിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മശക്തി നമ്മുടെ മൺകൂടാരങ്ങളുടെ മേൽ പകരട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തോടെ നമുക്ക് ദൈവത്തോട് പറയാൻ, കർത്താവേ ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? നിമിഷം നിന്നെ ആരാധിക്കണം അപ്പാ. അഭിഷേകത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണേ, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു പാട്ടിന്റെ ഈരടി പാടാൻ. ഹല്ലേലൂയ. 2 വരി. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ആത്മാവിനെ നിറച്ച് ആരാധിക്കുവാൻ കഴിയുമെങ്കിൽ ഈ മണ്ഡലത്തെ ഒന്ന് മാറ്റണം. ഒരു പക്ഷെ നാം വീട്ടിലായിരുന്ന പ്രത്യേക സാഹചര്യത്തിലായിരിക്കാം. എന്നാൽ ഇന്ന് പറഞ്ഞ അല്പസമയം കർത്താവേ പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. നമുക്ക് ചേർന്ന് പാടാം. കൈകളെ അടിക്കാൻ. നമുക്ക് എന്താ? ഉപവാസ പ്രാർത്ഥനയാ. സാധാരണയുള്ള നമ്മുടെ ഒരു സൂം മീറ്റിംഗ് അല്ല. ഇതിന്മേൽ അഭിഷേകം എന്റെ കുടുംബത്തിൽ വ്യാപരിക്കണം, എന്റെ മേൽ വ്യാപരിക്കണം കർത്താവേ. നമുക്ക് പറയുവാൻ ഒത്തിരി പാരമ്പര്യമുണ്ട്. അതല്ല കർത്താവേ, ദീർഘവർഷങ്ങളല്ല. എന്നെ ഒന്ന് തൊടണേ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി എന്നിന്മേലൊന്ന് ഇറങ്ങി വരണമെന്ന് നമുക്ക് ചേർന്ന് മൗനമായ കൈകളെ അടിച്ച് പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ ഹൃദയത്തെ ഒന്ന് പകരപ്പെടാം. നമുക്ക് ദൈവസന്നിധിയിലൊന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ തുറന്നിടുക നൽനീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. ഓ ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ തുറന്നിടുക നൽനീരുറവ, ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. ചേർന്ന് പറയാം. അഭിഷേകം പുതുശക്തി പ്രാപിക്കുവാൻ, അഭിഷേകം പുതുശക്തി പ്രാപിക്കുവാൻ, അന്ധകാരങ്ങളെ ജയിക്കും ഞാനാ കൃപയാ. അന്ധകാരങ്ങളെ ജയിക്കും ഞാനാ കൃപയാ. ഓ കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടാരാധിപ്പാൻ. ആത്മാവിനാലെ വൻശക്തിയാലെ വൻകോട്ടകത്തിടുവാൻ. കൃപയാലെന്നെ അഭിഷേകം. നമുക്ക് ഒരുമിച്ച് പറയാം. ഈ പകൽക്കാലം അഭിഷേകം ചെയ്യണമേ. ആത്മാവിനാലെ വൻശക്തിയാലെ ഓ ഞാൻ അഭിഷേകം പുതുശക്തി പ്രാപിക്കുവാൻ,
ജയിക്കും ഞാൻ ആ കൃപയാ അന്ധകാര കൃപയാ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. എല്ലാവരും കൈകളെ അടിച്ച അന്ധകാര ശക്തികളെ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികളുടെ ജയം പ്രാപിക്കുവാൻ വ്യാപരിക്കട്ടെ. അന്ധകാര ശക്തി മാറട്ടെ. അതുകൊണ്ട് ദൈവത്തോട് ആത്മശക്തിയാൽ നമ്മുടെ മൺകൂടാരങ്ങളെ നിറയ്ക്കണേ അപ്പ. യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ നമ്മൾ പറയേണ്ടതാണ്. എന്നെ അഭിഷേകത്താൽ നിറയ്ക്കപ്പ, ആത്മശക്തിയാൽ നിറയ്ക്കപ്പ. ക്ലേശം നിറയുന്ന ഈ ലോകമാ ഞാൻ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആരാധിക്കുവാൻ കഴിയാതെ പലപ്പോഴും ഞാൻ മൗനമായിരിക്കാറുണ്ട്. ദൈവത്തോട് പറയാം, എന്റെ കുറവാ, എന്നാൽ ഈ ദിവസങ്ങളിൽ എന്നെ നിറയ്ക്കണം. ഈ ഉപവാസ പ്രാർത്ഥന അതിനൊരു കാരണമായി തീരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരെയും നിറയ്ക്കപ്പെടുവാൻ ഹല്ലേലൂയ നമ്മെ ഇടയാക്കട്ടെ. ഇന്ന് പകൽക്കാലം കടന്നു വന്നതിൽ ഞാൻ വളരെ സന്തോഷമുള്ളവളായിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഈ കുറച്ച് നിമിഷങ്ങൾ നമ്മുടെ ഓരോ ഡിവൈസിലും പകരട്ടെ. ഒന്നിൽ നിന്ന് രാജൻ പാസ്റ്ററിൽ നിന്ന് ഏറ്റവും അവസാനം ഇരിക്കുന്ന വ്യക്തി വരെ പകരപ്പെടുവാൻ ഒരു തീയിൽ നിന്ന്, ഒരു വിറകിൽ നിന്ന് തീ എങ്ങനെ പുറപ്പെടുന്നുവോ അപ്രകാരം പടർന്നു പിടിക്കുവാൻ നമ്മൾ ആരും കാഴ്ചക്കാരല്ല, പിന്നെയോ നമ്മൾ ഒരുമിച്ച ദൈവപാദപീഠത്തിൽ പോരാട്ടത്തിന് തയ്യാറാകുന്നത് അതിനുള്ള ആത്മശക്തി പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കട്ടെ. നമുക്ക് ചിന്തിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യം. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാൻ പറ്റുമോ? എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ടത്. ഹല്ലേലൂയ. എപ്പോഴും നാം പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. നമ്മളിവിടെ എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ടത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പൊ യഹോവയെ കാത്തിരിക്കാത്തവർ എന്ത് ചെയ്യും? ലോകത്തിൻ്റെതായ ചില ശക്തികളെ പ്രാപിക്കുവാനിടയായി തീരും. ഇന്ന് പകൽക്കാലം നമ്മുടെ വലിയ വിശ്വാസവും ദൈവസന്നിധിയിൽ ഉറപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ യഹോവയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ കാത്തിരിക്കുന്നവരുടെ നിലവിളിക്ക് ശ്രദ്ധ ചെലുത്തുന്ന ഒരു നല്ല കർത്താവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെ നിലവിളി വൃഥാവല്ല. എപ്പോഴാ ഹല്ലേലൂയ നമ്മുടെ നിലവിളി കേട്ടത്? നാം കഷ്ടത്തിലായിരുന്നപ്പോൾ, നാം സങ്കടത്തിലായിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന കേട്ടു. ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ കാത്തിരിപ്പാൻ ഹല്ലേലൂയ നമുക്ക് ഒരുങ്ങാം. ദൈവത്തെ കാത്തിരിക്കുന്നവർ ഹല്ലേലൂയ പ്രാപിക്കുന്ന ചില നന്മകളും ചില അനുഗ്രഹങ്ങളുമുണ്ട്. ആ അനുഗ്രഹങ്ങളും ചില നന്മകളും എന്റെ അറിവിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ സംസാരിച്ച്
പ്രാർത്ഥിച്ച് ഹല്ലേലൂയ നിർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഈ പാട്ടുകാരൻ പറഞ്ഞത്, ദൈവശക്തി. ദൈവശക്തി ഇല്ലെങ്കിൽ ചിലതിലെ പോരാട്ടങ്ങളെ കാണുവാൻ കഴിയുകയില്ല, ചില പോരാട്ടങ്ങളെ ശാസിക്കുവാൻ കഴിയില്ല. അല്ലെങ്കിൽ ദൈവശക്തി നമ്മുടെ മേലില്ലെങ്കിൽ ചില പൈശാചിക ബന്ധനങ്ങൾ നമ്മെ കെട്ടിപ്പിടിച്ചിരിക്കും, നമ്മുടെ കൂട്ടുകാരനെ പോലെ. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന അഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ അത് വെന്തെരിയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തെ കാത്തിരിക്കുന്ന നമ്മളെല്ലാവരും അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ചിലത് ത്യജിച്ച് എല്ലാവരും ഹല്ലേലൂയ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് പറ്റുമോ? ഇല്ല. അതൊക്കെ ത്യജിച്ച് നാം യഹോവയ്ക്കായി കാത്തിരിക്കുകയാണ്. എന്നാൽ എങ്ങനെയെങ്കിലും കാത്തിരുന്നാൽ മണവാളനോട് കൂടെ നമുക്ക് ഇരിക്കുവാൻ സാധ്യമല്ല. അതിന് ചില നിബന്ധനകളുണ്ട്, അതിന് ചില നിയമങ്ങളുണ്ട്. ദൈവത്തിന്റെ പാതവിടെ കടന്നു വരുന്നവന് ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ഹല്ലേലൂയ നമ്മുടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നപ്പോൾ ഹല്ലേലൂയ അവർ ഒരുമിച്ച് കൂടിയിരുന്നു. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. അവിടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ ദൈവത്തിന്റെ സാക്ഷികളായി തീർന്നു. അപ്പോൾ തന്നെ അവിടെ പറയുന്നു 1-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 4-ാം വാക്യത്തിലും പറയുന്നത്, കേട്ട ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കുന്ന ഹല്ലേലൂയ ഒരു വ്യക്തി ജീവിതത്തിന് മാത്രമേ വാനമുകളിൽ ചിറകടിച്ച് പറന്നുയരുവാൻ സാധിക്കുകയുള്ളൂ. നാം എപ്പോഴും ഉദാഹരണം ഇപ്പോൾ നാം വായിച്ച വാക്യത്തിൽ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ കഴുകന്മാരെ പോലെ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. കഴുകനെ കുറിച്ച് നമുക്കറിയാം. ഹല്ലേലൂയ പൊതുവായി നാം പറയുന്നത് കഴുകൻ പക്ഷികളുടെ കൂട്ടത്തിൽ വളരെ ശക്തിമാനാണ്. ഹല്ലേലൂയ അവൻ വളരെ ഹല്ലേലൂയ അവൻ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ കൊച്ചു ജീവികളൊക്കെ ഹല്ലേലൂയ അതിനെ കൊത്തും. എന്തിനാ? കാക്ക അതിനെ കൊത്തി ഓടിക്കും. കാക്കയുടെ വിചാരം ഹല്ലേലൂയ കാക്കയാണ് വലുതെന്ന്. എന്നാൽ ഈ ഹല്ലേലൂയ ഇവൻ പറന്നുയരും. ഹല്ലേലൂയ കഴുകൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അതിനെ ഒന്നും ചെയ്യില്ല. എന്നാൽ കഴുകൻ ഒരു കൊത്തിയാൽ മതി. എന്നാൽ അത് ഈ കാക്കയ്ക്ക് അറിയില്ല. കഴുകനൊന്നും മിണ്ടാതെ തനിക്കെതിരെ കടന്നു വരുന്നതിനെ അതിനറിയാം, ഞാൻ എന്നോട് സമമുള്ളവരോടാ യുദ്ധം ചെയ്യേണ്ടത്. എന്നാൽ അത് കാക്കയ്ക്ക് അറിയുകയില്ല. അവൻ പറന്നുയരും. ഈ ലോകത്തിൻ്റെതായ ചില വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരുവാൻ സാധിക്കും. അതിനുവേണ്ടി പ്രശ്നങ്ങളുടെ മധ്യത്തില് ദൈവം അവരെ നിലനിർത്തും. എങ്ങനെയുള്ളവരെയാ? കാത്തിരിക്കുന്നവരെ. പ്രശ്നങ്ങളെ നേരിടുവാൻ ഈ ഭൂമിയിൽ നിന്ന് ആത്മമണ്ഡലത്തിലേക്കൊന്ന് ഉയരപ്പെടുവാൻ, ഭൂമിയിലെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് ബലം നൽകും. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, പ്രാവിനുള്ളത് പോലെ ചിറകുണ്ടായിരുന്നു എങ്കില് ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. പലപ്പോഴും പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമുക്ക് പകച്ചു നിൽക്കുന്ന ചില സാഹചര്യങ്ങളില് ആരോടും ഒന്ന് തുറന്നു പറയുവാൻ കഴിയാത്ത സാഹചര്യത്തില് നാമും എന്നെ കേൾക്കുന്ന പലരും പറഞ്ഞു കാണും, കർത്താവേ എനിക്കൊരു ചിറകുണ്ടായിരുന്നു എങ്കില് ഈ സങ്കീർത്തനക്കാരനെ പോലെ പ്രാവിനുള്ളത് പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് പ്രശ്നങ്ങളെ കണ്ട് ഓടി മാറുവാനല്ല. ദൈവസന്നിധിയിൽ നിൽക്കുക. സങ്കീർത്തനക്കാരൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും എവിടെയാ നിനക്ക് പ്രശ്നം ആരംഭിച്ചത്? എവിടെയാ നിന്ദിക്കപ്പെട്ടത്? എല്ലാവരും കൂട്ടുകൂടി കൂടി കൂട്ടം തിരിഞ്ഞു നിന്ന് നിന്നെ ആക്രമിച്ച സമയത്തും നമ്മൾ ആഗ്രഹിച്ചില്ലേ
പറന്നുപോയി വിശ്രമിക്കുവാൻ. എന്നാൽ ഹല്ലേലൂയ പറന്നുപോയി വിശ്രമിക്കുവാനല്ല ദൈവജനത്തോട് ഹല്ലേലൂയ ദൈവം പറയുന്നത്, ശക്തിയോടെ നിൽക്കാനാ. പറന്നു പോകാനും ഓടിപ്പോകാനൊക്കെ നമുക്ക് കഴിയും. ഹല്ലേലൂയ. എന്നാൽ പോരാട്ടത്തിന്റെ മധ്യത്തിൽ, നമുക്ക് വരുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവശക്തിക്കായി, അതിനായി ദൈവശക്തിക്കായി നമ്മൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ഏലിയാവ് പറഞ്ഞില്ലേ, ഒരിക്കൽ അവന് ധൈര്യത്തോടെ ദൈവശക്തി പ്രാപിച്ചിട്ട് ഹല്ലേലൂയ രാജാവിനെയോ രാജകിങ്കരന്മാരെയോ പേടിക്കാതെ ഹല്ലേലൂയ ഏലിയാവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ ഏലിയാവ് പറഞ്ഞു, പ്രഥമ പുരുഷന്റെ, ആ രാജ്യത്തിന്റെ പ്രഥമ പുരുഷന്റെ അടുത്ത് ചെന്ന് ഹല്ലേലൂയ ചെന്ന് പറയുക, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. എത്ര ധൈര്യത്തോടാ പറഞ്ഞത്. എന്നാൽ ജീവനില്ലാത്തൊരു വാക്കിന് മുൻപാകെ അവൻ പറഞ്ഞു, കർത്താവേ മതി, യഹോവേ മതി. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ എനിക്കൊരു ചിറകുണ്ടായിരുന്നുവെങ്കിൽ. നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നത്തിന്റെ മധ്യത്തിലും നാം പറയാറില്ലേ, എന്നെ അങ്ങ് എടുത്തെങ്കിൽ. ഹല്ലേലൂയ. മതി, എന്റെ ശുശ്രൂഷകളൊക്കെ മതി, എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം അങ്ങനെയല്ല. പോരാട്ടത്തിന്റെ നടുവിൽ നിന്ന് അതിനെ ജയിപ്പാന് ഹല്ലേലൂയ ഉള്ള ഒരു ആത്മശക്തിക്കായി ഈ തുടർന്ന ദിവസങ്ങൾ ഹല്ലേലൂയ ആത്മശക്തിക്കായി നമുക്ക് കാത്തിരിക്കണം. ഹല്ലേലൂയ ദൈവശക്തിക്കായി കാത്തിരിക്കുന്നവനെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ദൈവം കൃപ കൊടുക്കും. ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുന്നവനെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം നിലനിർത്തും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 2-ാം വാക്യം നാം വായിക്കുമ്പോൾ അത് ദൈവദാസൻ അവിടെ പരാമർശിക്കുവാനിടയായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 2-ാം വാക്യം വായിക്കുവാൻ ഹല്ലേലൂയ മറ്റൊരാൾ വേണ്ടതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു പോകുന്നു. ഹല്ലേലൂയ അവിടെ ഒരു ഹല്ലേലൂയ വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് ഹല്ലേലൂയ 38 വർഷമായി ഒരു മനുഷ്യൻ കാത്തിരിക്കുക. അവന്റെ കാത്തിരിപ്പ് എന്തിനാ? നാം പലപ്പോഴും കാത്തിരിക്കാറുണ്ട്, കർത്താവേ എന്റെ കുഞ്ഞു പഠിച്ചു, അവനൊരു ജോലി ലഭിക്കണം. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഓ ഹല്ലേലൂയ എന്റെ കുഞ്ഞിന് പ്രായമായി, അവൾക്ക് കർത്താവെ ഒരു വിവാഹത്തിനായി കാത്തിരിക്കുന്നവരുണ്ട്. മറിച്ച് മറ്റു ചില ആത്മ മനുഷ്യരെന്ത് ചിന്തിക്കും, കർത്താവെ ഞാൻ യഹോവയ്ക്കായി വിളിച്ചു വാർതിരിക്കപ്പെട്ടതാ. എപ്പോഴാ? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ, അമ്മയുടെ ഉദരഗ്രഹത്തിൽ നിന്ന് ഞാൻ പുറത്തു വരുന്നതിന് മുന്നമേ നീ എന്റെ കണ്ടതല്ലേ. അതുകൊണ്ട് സുവിശേഷത്തിനായി, ചില കൃപാവരങ്ങൾക്കായി കാത്തിരിക്കുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം ഒരു വെള്ളത്തിന്റെ ഇളക്കത്തിനായി കാത്തിരുന്നത് പോലെ അവരെന്തിനാ കാത്തിരുന്നേ? സൗഖ്യത്തിനായി. നമ്മുടെ മധ്യത്തിലേക്ക് ഹല്ലേലൂയ അവൻ ഭാരപ്പെടുക. അവൻ ചില എക്സ്ക്യൂസ് പറയുന്നുണ്ട്, എന്നെ ഹല്ലേലൂയ കുളം കലക്കുമ്പോൾ ഇറക്കുവാൻ എനിക്ക് ആരുമില്ല. നമ്മളും പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പറയും, കർത്താവ് എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്റെ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവമുണ്ടെങ്കിൽ പിന്നെന്തിനാണോ പേടിക്കുന്നേ? ഹല്ലേലൂയ ദൈവം മാത്രം മതിയല്ലോ നമുക്ക്. ഒത്തിരി ആശ്രയിപ്പാൻ മനുഷ്യർ വേണ്ട. എന്നാൽ ഞാനും നിങ്ങളും പറയുന്നത്, എനിക്ക് ദൈവമല്ലാതെ മറ്റാരുമില്ല, മറ്റാരും വേണ്ട. 100 പേർ ബന്ധുക്കൾ നമ്മുടെ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ ദൈവം ഒരുവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ചിലതിനെ വൻമരങ്ങളെ തട്ടി വീഴ്ത്തുവാൻ, ചില മതിലുകളെ ഇടിക്കുവാൻ, ചില ആത്മശക്തി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം മാത്രം മതി. ഇങ്ങനെ വിവിധ തരത്തിലുള്ള കാത്തിരിപ്പ് സ്വർഗത്തിലെ ദൈവം നമുക്ക് ഹല്ലേലൂയ കാണിച്ചു തരും. 40-ാം സങ്കീർത്തനം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ കഷ്ടത്തിൽ, നമ്മുടെ നിലവിളിക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ആയിരുന്ന സ്ഥാനത്ത് നമ്മെ രക്ഷിച്ചൊരു ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മുടെ നിലവിളി ഹല്ലേലൂയ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. അതോടൊപ്പം തന്നെ അതിന് ഉത്തമ ഉദാഹരണം, വാഗ്ദത്ത നിവൃത്തീകരണത്തിനായി കാത്തിരിക്കുന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് എല്ലാവരും പറയുന്നത് പോലെ അബ്രഹാം കാത്തിരുന്നത് പോലെ നാം കാത്തിരുന്നിട്ടുണ്ടോ? എത്രയോ തവണ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. ഞാൻ പറയും, കർത്താവേ എനിക്ക് 40 വർഷമായി, 45 വർഷമായി ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടിയില്ല. ഭാരപ്പെടുന്നവരുണ്ടോ? നിരാശപ്പെടുന്നവരുണ്ടോ? ഹല്ലേലൂയ നിങ്ങളുടെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ മറന്നു കളയുന്ന ദൈവമല്ല. പിന്നെയോ ഹല്ലേലൂയ അതിനു വേണ്ടി കാത്തിരിക്കുന്നവരെ അവന്റെ ദയ
തീറ്റിക്കൊള്ളും. അബ്രഹാം എത്ര വർഷം കാത്തിരുന്നു. അവസാനം അബ്രഹാം ചോദിച്ചു, ഹാലലൂയ, എനിക്കൊരു കുഞ്ഞിനെ തരില്ലയോ എന്ന് പോലും ചോദിച്ച സ്ഥാനത്ത് അബ്രഹാമിന് ഹാലലൂയ ഒരു വാഗ്ദത്ത സന്തതിയെ ദൈവം കൊടുക്കുവാൻ ഈ ലോകത്തിന്റെ ശബ്ദങ്ങൾ, ഹാലലൂയ, ഒരു പക്ഷെ നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ചോദിക്കാം, എന്തിനാ 40 ദിവസം ഉപവസിക്കുന്നത്, 20 ദിവസം ഉപവസിക്കുന്നത് എന്തിനാ എന്ന്. ലോകത്തിന്റെ ശബ്ദവും പ്രലോഭനങ്ങളും, ഹാലലൂയ, പോരാട്ടങ്ങളും, ഈ ലോകത്തിന്റെ ശബ്ദങ്ങൾ നമ്മളെ, ഹാലലൂയ, ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ നോക്കുമ്പോൾ പതറിപ്പോകരുത്, തളർന്നു പോകരുത്. ഹാലലൂയ, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. ഹാലലൂയ, ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നത്. കാത്തിരിക്കുന്നതിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ ചില പ്രലോഭനങ്ങൾ കടന്നു വരാം, ചില അപശബ്ദങ്ങൾ കടന്നു വരാം. നാമും ചേർന്നിരുന്നിട്ട് പറയും, ഹാലലൂയ, ശരിയാണല്ലോ, ഞാൻ ഇത്ര വർഷം വേസ്റ്റ് ആക്കി കളഞ്ഞല്ലോ, എന്റെ വാഗ്ദത്തം അവിടെ തന്നെ. അല്ല, അല്ല, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വാഗ്ദത്തം, ഹാലലൂയ, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പക്കൽ ഏൽപ്പിക്കുന്ന പകൽക്കാലമാ. ഹാലലൂയ, കൂടെ നടന്ന ശിഷ്യന്മാർ പോലും കുഴഞ്ഞു പോയി. നാം കുഴയുന്നത് പോലെ പലപ്പോഴും നാം ദൈവസന്നിധി ഒത്തിരി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളില് നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവം നമുക്ക് മറുപടി തന്നതാ, എങ്കിലും നമ്മുടെ അവിശ്വാസം പലതും മുടക്കിക്കളയും. ഹാലലൂയ, അപ്രകാരം ശിഷ്യന്മാർ കുഴഞ്ഞു പോയി. യേശുവിനോട് അവർ ചോദിക്കുക, കർത്താവേ, നീ മിശിഹയാണോ? ഹാലലൂയ, ഞങ്ങൾ മറ്റൊരുത്തനെ തേടണമോ എന്ന്. അതുപോലെ ഹാലലൂയ, നമ്മുടെ ജീവിതത്തിലും പറയും, നീ ഉണ്ടോ കർത്താവേ? നമ്മൾ ആർക്ക് കാത്തിരിക്കുക? മണവാളന്, നമുക്ക് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന നാം പറയുകയാണ്, കർത്താവേ, നീ വരുവോ, ഉണ്ടോ എന്ന് പോലും വിശ്വാസികൾക്ക് സംശയമായിരിക്കുന്ന ഈ പ്രത്യേക മണ്ഡലത്തിൽ, ഹാലലൂയ, നാം വായിച്ച വാക്യത്തില്, ഹാലലൂയ, യെശയ്യാവിന്റെ പുസ്തകം 40 ഹാലലൂയ വായിച്ച വാക്യത്തിന് മുകളിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പേരോട് പറയുന്നുണ്ട്. എന്താ? ഹാലലൂയ, ഞാൻ ബലവാനാണ്, ബലമില്ലാത്തവന് ബലം പകരുന്ന ദൈവമാണ്. ഹാലലൂയ, യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല, ദൈവത്തിന്റെ വഴികൾ തികവുള്ളതാ. നമ്മുടെ ദൈവം ഏക ദൈവമാണ്, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവനാണ്. അങ്ങനെ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിച്ചിട്ടാണ് പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങള് ഹാലലൂയ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പറന്നു പോകുവാൻ ഇടയായിത്തീരും. അതുപോലെ കരഞ്ഞ, ഹാലലൂയ, വാഗ്ദത്തത്തിനായി കരഞ്ഞൊരു വ്യക്തിയുണ്ട്. ആരാണ്? ഹന്ന. ഹന്ന ദൈവസന്നിധിയിൽ കരഞ്ഞു. നോക്കുമ്പോൾ വീട്ടിൽ പോലും പ്രതികൂല സാഹചര്യം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പലർക്കും ഭവനത്തിൽ പോലും ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ വേണ്ട വിധത്തിൽ ഹാലലൂയ സ്വാതന്ത്ര്യമില്ലാതിരിക്കുമ്പോൾ, ധീരാജനാദരക, അതൊന്നും ചെവിക്കൊള്ളാതെ, അതൊന്നും കേട്ടില്ല. ഭവനത്തിലുള്ള ഒരു സഹോദരി കൂടെ ഹാലലൂയ പ്രതികൂലമായ കുത്തുവാക്കുകൾ പറയുമ്പോൾ എവിടെ ഇരുന്നാ നാം പ്രാർത്ഥിക്കുന്നത്? ഹാലലൂയ, എന്നാൽ ഹന്ന ആണ്ടുതോറും ഹാലലൂയ ദൈവസന്നിധിയിൽ ചെന്നിരുന്നു, പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അവൾ കാത്തിരുന്നു. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു, അതിനു വേണ്ടി അവൾ കാത്തിരുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പുരോഹിതൻ പോലും പറഞ്ഞു, കുഞ്ഞെ, നിന്റെ വീഞ്ഞിറങ്ങട്ടെ, നിന്റെ സങ്കടമാ, അത് മാറട്ടെ, നീ കുടിച്ചതിന്റെ ഹാലലൂയ വീര്യം പോകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടും അവൾ അതൊന്നും ചെവിക്കൊള്ളാതെ ഹാലലൂയ ഹാലലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയാ? ഒരു വാഗ്ദത്ത സന്തതിക്കായി. ഹാലലൂയ, ശിമയോൻ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ കാത്തിരുന്നു. ദൈവത്തിനായി ദൈവത്തിന്റെ ദർശനം അവനുണ്ടായി. അങ്ങനെ വിവിധ തരത്തിലുള്ള കാത്തിരിപ്പുകൾ നമുക്ക് കാണുവാൻ സങ്കീർത്തനക്കാരൻ പറയുന്നു, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഹാലലൂയ, ദാവീദ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു കാര്യം ഞാൻ അപേക്ഷിക്കുന്നു, ആ യഹോവയുടെ മനോഹരത്വം കാണുവാൻ. പലപ്പോഴും നമ്മളും ആഗ്രഹിക്കുന്ന, അപ്പാ നിന്റെ തേജസ് ഒന്ന് കാണണം, നിന്റെ മുഖം ഒന്ന് കാണണം, നിന്റെ ശോഭ, എനിക്ക് മറ്റൊന്നും വേണ്ട. ഹാലലൂയ എന്ന് പറഞ്ഞതുപോലെ അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ ഹാലലൂയ മോശയും ദൈവസന്നിധിയിൽ കാത്തിരുന്നു, ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി. നിന്റെ തേജസ് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഹാലലൂയ കാത്തിരുന്നത് പോലെ ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങൾക്കായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിഷയങ്ങളെ കാത്തിരിപ്പ് വളരെ ദൂരമായി തോന്നാമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹാലലൂയ, മടക്കി വെച്ച വിഷയമുണ്ടോ? ഇനി ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. ചില വിഷയങ്ങൾക്ക് ഒരു അനക്കവും കാണാതിരിക്കുമ്പോൾ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. ഒരു വട്ടം
വട്ടമല്ല, 70 വട്ടമല്ല. ഹാലലൂയ, ഹാലലൂയ. ഏലിയാവിന്റെ അടുത്ത് ഏലിയാവ് ദൂതനെ പറഞ്ഞു വിട്ടതുപോലെ, ബാല്യക്കാരനെ പറഞ്ഞു വിട്ടില്ലേ? 1 പ്രാവശ്യമാണോ 2 പ്രാവശ്യമാണോ? അല്ല, 7 പ്രാവശ്യം. ഹാലലൂയ. അവനൊന്നും പറഞ്ഞില്ല. നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞാൻ എനിക്ക് പറ്റില്ല, 1 പ്രാവശ്യം നോക്കി, എനിക്ക് നടക്കാൻ വയ്യെന്നേ, എനിക്ക് അതിനു വേണ്ടി കാത്തിരിക്കാൻ വയ്യെന്ന്. എന്നാൽ 7-ാം പ്രാവശ്യം കൈപ്പത്തി പോലൊരു മേഘം പൊങ്ങി വന്നു. ഉടാസ, കൈപ്പത്തി പോലെ കയറി വന്നതെങ്കിലും ചെറുതായി നിനക്ക് തോന്നാം, നമ്മുടെ കൈപ്പത്തി ഇത്രയേ ഉള്ളൂ, എങ്കിലും വലിയൊരു മഴ. ഊരാസി, ആ മഴ എന്തൊക്കെ കൊണ്ടുവന്ന്, വെള്ളം മാത്രമല്ല, അത് ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ സസ്യങ്ങൾ മുളച്ചു, വേണ്ട ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടു. ഇന്ന് പകൽക്കാലം ഹാലലി നിങ്ങൾ ഇതിനായി കാത്തിരിക്കുന്നു. അതിനായി ഹാലലെ കാത്തിരിക്കുക, മടുത്തു പോകരുത്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ മടുത്തു പോകരുത്. ഒത്തിരി ദൈവവചനം കേട്ട് നാം കാണാറില്ലേ വെള്ളം വീഴുന്ന സ്ഥലം? സ്ഥിരമായി വെള്ളം വീഴുന്ന സ്ഥലത്ത് അവസാനം എന്ത് പിടിക്കും? പായൽ പിടിക്കും. പിന്നെ നമുക്കത് വലിയ കാര്യമല്ല. ആദ്യമേ ഒന്ന് ചൂടുവെള്ളം വീഴുമ്പോ നമുക്കൊരു വേദന, ഒരു നീറ്റലുണ്ടാകും. എന്നാൽ സ്ഥിരമായി ചൂടുവെള്ളം വീഴുമ്പോ ഇതിന് ഇത്രയും നീറ്റലേ ഉള്ളെന്ന് പറയും. അങ്ങനെയല്ല. ഇന്ന് പകൽക്കാലം നിങ്ങളൊരു പ്രത്യാശയോടെ ചിലതിനായി കാത്തിരിക്കുവാൻ, നാം ആദ്യമേ കേട്ടതുപോലെ ഹാലലൂയ, ഒരു വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസം, അതിമഹത്തായ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നാം കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? കേവലം ചില നന്മകൾക്ക് വേണ്ടിയല്ല, എങ്കിലും ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മളെ മറന്നു കളയാത്തൊരു ദൈവമാണ്. എന്റെ കുഞ്ഞെന്നെ മാത്രമാ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വിഷയത്തിന്മേല് എനിക്ക് പ്രവർത്തിക്കണമെന്നുള്ള ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാ. ആരെ മാത്രം കാത്തിരുന്നാലാ? ദൈവത്തെ മാത്രം കാത്തിരുന്നാൽ. സമയം കിട്ടുമ്പോൾ ശകല സമയമല്ല, ഹാലലൂയ, നിന്റെ ഭൂരിപക്ഷ സമയവും ദൈവത്തിനായി കാത്തിരിക്കുമ്പോൾ നമ്മളെ മറന്നു കളയുകയില്ല. ഹാലലൂയ, അതാണ് നമ്മുടെ ആശ്രയം. അപ്രകാരം കർത്താവിന്റെ വരവിനായി കാത്തിരുന്ന ഒരു വ്യക്തി ജീവിതങ്ങളും കൂടെ നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ പരിചയപ്പെടുത്തുവാൻ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഹാലലൂയ, കർത്താവിന്റെ വരവിനായി കാത്തിരുന്നവർ, ദൈവത്തിന്റെ വരവിനായി കാത്തിരുന്നവർ ഒത്തിരി പേരുണ്ട്. നാമും അപ്രകാരമല്ലേ ഇറങ്ങി തിരിച്ചത്? ഹാലലൂയ. ഒരു സമയത്ത് ആർക്കും വേണ്ടാതിരുന്ന സമയത്ത് നമ്മെ വിളിച്ചു വേർതിരിക്കപ്പെട്ട് ഹാലലൂയ, ആ ദൈവത്തോട് നമുക്ക് എത്ര ഇഷ്ടമാണ് കാണുവാൻ, കേൾക്കുവാൻ, അവരുടെ സന്നിധിയിൽ ആരാധിക്കുവാൻ. എന്നാൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥ നമുക്കൊന്ന് പുനർപരിശോധിക്കാം. അതിനായി നമുക്ക് ഹാലലൂയ, നമുക്ക് കർത്താവിനെ കാത്തിരുന്ന ഒരു കൂട്ടരെ നമുക്ക് പരിചയപ്പെടാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതലുള്ള ചില ഭാഗങ്ങൾ. ഹാലലൂയ, ബൈബിളുള്ള എല്ലാവരും അവരത് കേൾക്കാൻ, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. വേണമെങ്കിൽ എല്ലാവരും കാണാതെ പറയും. എങ്കിലും നമുക്ക് ചിന്തിക്കുന്നതിനായി കേൾക്കുന്നതല്ല, നാം അത് ഗ്രഹിക്കണം. ഗ്രഹിച്ചത് ഹൃദയത്തിലേക്ക് പ്രതിക്രിയ ചെയ്തെങ്കിൽ പരിശുദ്ധാത്മാവിന് ചിലത് എന്തിനു വേണ്ടിയാ? ഈ 40 ദിവസം കർത്താവിനെ കാത്തിരിക്കുവാൻ, ഒരുങ്ങുവാൻ വേണ്ടിയാണ്. നല്ലൊരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. ഒരു കല്യാണത്തിന് നമ്മൾ എങ്ങനെ ഒരുങ്ങിപ്പോകും? അപ്രകാരം ഹാലലൂയ, ദൈവത്തിനെ കാത്തിരിക്കുന്നത് ഈ പാഴ്മരുഭൂമിയിൽ കറ, ചുളുക്കം, വാട്ടം ഇവയൊക്കെ നിറഞ്ഞ ഈ ലോകത്തില് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ, ദൈവത്തിന്റെ മണവാട്ടിയായി കൂടണമെങ്കിൽ ചില ഹാലലൂയ കാര്യങ്ങൾ നാം ചെയ്തിരിക്കണം. അപ്രകാരം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്ക് ഒരുമിച്ച് പരിചയപ്പെടാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സാദൃശ്യമാകുന്നു. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്കും തരുവീൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മതി.
പിന്നീടുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കേണ്ടതാണ്. എത്ര പേര് നമ്മൾ ഈ വാക്യങ്ങൾ വായിച്ചത് ശ്രദ്ധിച്ചു കേട്ടു? സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ടും പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. നമ്മൾ എപ്പോഴും പറയും ബുദ്ധിയില്ല, ഹല്ലേലൂയ, ദൈവത്തെ എതിരേൽപ്പാൻ ഇറങ്ങി തിരിച്ച 10 കന്യകമാരെ, ഹല്ലേലൂയ, സ്വർഗരാജ്യം വിളക്കെടുത്തും കൊണ്ട് മണവാളിനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമായിരിക്കും. അവരിൽ 5 പേർക്ക് ബുദ്ധിയില്ല എന്ന് നമ്മൾ പറയും. ഹല്ലേലൂയ, 5 പേർക്ക് ബുദ്ധിയുണ്ട്. കാരണം എന്താ? അവരുടെ വിളക്കില് എണ്ണ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ബുദ്ധിയുള്ള കന്യകമാരെയും ബുദ്ധിയില്ലാത്ത കന്യകമാരെയും കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം. ബുദ്ധിയില്ല എന്ന് ഈ എഴുത്തുകാരൻ പറയുമ്പോൾ നമ്മൾ ഏത് ഗണത്തിൽ പെടുന്നു? ഇതാണ് നമ്മുടെ ഒരുക്കം. ഈ ദിവസങ്ങളിലായി മണവാളനെ എതിരേൽപ്പാൻ നമുക്കൊരു കാര്യം ചിന്തിക്കാം. എന്നെ ആർക്കു വേണ്ടിയാ സൃഷ്ടിച്ചത്? ഹല്ലേലൂയ, നമ്മെ തെരഞ്ഞെടുത്തത് നാം ഓരോരുത്തരും, പാസ്റ്റേഴ്സ്, സഹോദരിമാർ, സഹോദരങ്ങള്, എല്ലാവരും ആരാ? ഒരു മണവാട്ടിയാ. നമ്മുടെ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. ആ മണവാളൻ നമ്മെ ചേർക്കുവാൻ വരും. അപ്പോൾ ആ മണവാട്ടിക്കുണ്ടാകേണ്ട ചില കാര്യങ്ങളാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ 10 പേരും ആരംഭത്തിൽ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. നമ്മെ പോലെ നമ്മളെ വിളിച്ചു വേർതിരിക്കപ്പെട്ട നാളിൽ നാം പ്രാർത്ഥിച്ചത് ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ സമയം കൊടുക്കുവോ? ഇല്ല. ആത്മാവ് നമ്മെ പ്രേരിപ്പിച്ചത് കൊണ്ടേയിരുന്നു. എന്നാൽ 10 പേരും അവരാർക്കു വേണ്ടി, അവരെന്തിനാ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടത്? അവർക്കറിയാം എനിക്കൊരു മണവാളനുണ്ട്, അവന് വേണ്ടി ഞാൻ ഒരുങ്ങി കാത്തിരിക്കണം. ദൈവത്തിനായി കാത്തിരുന്നവർ അവർ 10 പേരും. 10 പേരുടെയും കയ്യിൽ എന്തുണ്ടായിരുന്നു? വിളക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ, 10 പേരുടെയും വിളക്കിൽ എണ്ണയും ഉണ്ടായിരുന്നു. എപ്പോഴാ? ആരംഭ കാലഘട്ടത്തിൽ അവർ ഒരുമിച്ചാ ഇറങ്ങിയത്. ഒരുമിച്ചിറങ്ങിയവർക്ക് 10 പേര് നന്നായി അവിടെ വിളക്ക് സൂക്ഷിച്ചിരുന്നു നിന്നവരാണ്. അവർ ആദ്യമൊക്കെ മണവാളന്റെ ശബ്ദം കേട്ടവരാണ്. അവർ ഹല്ലേലൂയ, ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങൾ വന്നപ്പോൾ നാം ഒന്ന് ചിന്തിക്കൂ, മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു നോക്കൂ. കർത്താവേ, ഞാൻ ഏത് ഗണത്തിൽ? ആരംഭത്തിൽ നീ വിളിച്ചപ്പോൾ എനിക്ക് ചില കൃപാവരങ്ങൾ ഉണ്ടായിരുന്നപ്പാ. എന്റെ വിളക്കിൽ എണ്ണ ഉണ്ടായിരുന്നു കർത്താവേ. പലതിനെയും ജീവിപ്പിക്കുവാൻ, പലതിനും പ്രകാശം കൊടുക്കുവാൻ എന്റെ പക്കൽ പരിശുദ്ധാത്മാവെന്ന എണ്ണ ഉണ്ടായിരുന്നു. ഇന്ന് എന്റെ വിളക്കിന് എന്തെങ്കിലും വിടവ് സംഭവിച്ചിട്ടുണ്ടോ? ഞാനും എന്റെ പിതാവും തമ്മിലുള്ള ബന്ധം അറ്റുപോയോ? ഞാനും എന്റെ മണവാളനും തമ്മിൽ സംസാരിക്കാറുണ്ടോ? വിചിന്തനം ചെയ്യ്, ചിന്തിക്ക്. ഹല്ലേലൂയ, അറഗദന. ആരും കേൾക്കുന്നില്ലല്ലോ. നിങ്ങളെ തന്നെ പരിശോധിച്ച് ദൈവസന്നിധിയിൽ പറ, അപ്പാ, എന്റെ വിളക്ക് തന്നെ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ആരാധനകളക ഒരു നഷ്ടത്തിന്റെ കണക്കാപ്പ എനിക്കുള്ളത്. വർഷം കുറെയായി എന്റെ ചെറുപ്പത്തിൽ ഇറങ്ങിയതുപോലെ അല്ല. പ്രാർത്ഥനയിൽ എനിക്ക് വിടവ് സംഭവിച്ചു. ഹല്ലേലൂയ, പ്രാർത്ഥന എന്ന എണ്ണ ആ ഹല്ലേലൂയ വിളക്കിൽ നിന്ന്, ആ ദീപത്തിൽ നിന്ന് ഹല്ലേലൂയ ഒഴുകിപ്പോയപ്പാ. ഹല്ലേലൂയ, ഇന്നൊരു ഹല്ലേലൂയ പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് മുഴങ്കാലുകളെ മടക്കി ദൈവത്തോട് പറയാം. ഓരോ അവരുടെ ജീവിതത്തിന്റെ ആരംഭത്തില് ഓരോ സമയങ്ങൾ വന്നപ്പോൾ ഹല്ലേലൂയ അവർ സൂക്ഷിക്കേണ്ട ചില മര്യാദകൾ, സൂക്ഷിക്കേണ്ട ചില ഹല്ലേലൂയ പാലിക്കേണ്ട ചില കാര്യങ്ങൾ അവർ മറന്നുപോയി. എന്താ? പ്രാർത്ഥിക്കുവാൻ, പാടുവാൻ, ദിനംതോറും പിതാവുമായി ബന്ധപ്പെടുവാൻ. നാമും നമ്മുടെ പിതാവും തമ്മിലുള്ള ബന്ധത്തിനനുസരിച്ച് ഹല്ലേലൂയ ആയിരിക്കും മണവാളനോടുള്ള പ്രിയം. ദിനംതോറും സംസാരിക്കാത്ത ഒരു മണവാളിനെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കില്ല. സൂക്ഷിക്കേണ്ട ജീവിത ക്രമം പാലിക്കാതെ അവർ ആലസ്യത്തിൽ ഹല്ലേലൂയ ലോകത്തിൻ്റെതായ സ്നേഹത്തിൽ മുഴുവാനിടയായി തീർന്നു. നമ്മുടെ വിശ്വാസത്തിൽ ഹല്ലേലൂയ ആരംഭവും നമ്മുടെ വിശ്വാസത്തിന്റെ ഇപ്പോഴത്തെ മേഖലയും എങ്ങനെയെന്നൊന്ന് പരിശോധിക്കുക. ആരുടെ മുമ്പിൽ തല കുലുക്കണ്ട, ആരുടെ മുമ്പിൽ നിങ്ങൾ കൈ ഉയർത്തണ്ട. എന്നാൽ ഹൃദയത്തിനറിയാം എത്ര ദിവസവുമായി എന്റെ മണവാളനുമായി വേണ്ടും പോലെ സംസാരിച്ചിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. ഹായ്, നമ്മൾ ഓരോ വ്യക്തികളെ വിളിക്കാറില്ലേ? ഹായ്, എന്തുകൊണ്ട് വിശേഷം?
അത്ര തന്നെ. എന്നാൽ ആഴമേറി നിന്റെ ഹല്ലേലൂയ മണവാളനോട് സംസാരിച്ചിട്ട് എത്ര ദിവസമായി? ഹല്ലേലൂയ നിന്റെ സമയങ്ങൾ മാറ്റി വെച്ചിട്ട് എത്ര സമയമായി? ഉറാജന, നിങ്ങൾക്ക് ആ പ്രാർത്ഥനയിലേക്കൊന്ന് മടങ്ങി വരാം. പരിശുദ്ധാത്മാവ് നിന്നിൽ ചിലത് ഏൽപ്പിച്ചില്ലേ? ഹല്ലേലൂയ നിന്റെ റാന്തലിൽ ഹല്ലേലൂയ എണ്ണ ഒഴിച്ച് ആ വിളക്ക് മിന്നുന്ന വിളക്കായിരുന്നു. ആര് കണ്ടാലും പറയും ഇവനൊരു ദൈവപുരുഷനാ, ഹല്ലേലൂയ ഇതൊരു ദൈവ പൈതൽ പറയും. എന്നാൽ എങ്ങനെയാ ഇന്ന് നിന്റെ മുഖം കണ്ടാൽ ആരെങ്കിലും ചിരിക്കുമോ? ആ മുഖം കണ്ടാൽ നമുക്ക് തന്നെ പേടി തോന്നും. ഹല്ലേലൂയ വീർത്ത് കെട്ടിയ കറുത്ത ത്വക്കിനെ കുറിച്ചല്ല പറഞ്ഞത്. കറുത്തവർക്ക് എത്ര ഐശ്വര്യമായി ചിരിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തില് നമ്മുടെ കുറ്റമല്ല, നമ്മൾ ഇരുണ്ടു പോകും, നമ്മുടെ ചിരി മാഞ്ഞു പോകും. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നിന്റെ വിളക്ക് എങ്ങനെ ഒന്ന് കുലുക്കി നോക്കാമോ? നിന്റെ ഹൃദയത്തെ ഒന്ന് കുലുക്കി നോക്കാമോ? എണ്ണയുണ്ടോ? പരിശുദ്ധാത്മാവ് ഒരു പാട്ടുകാരൻ പറയുന്നത് പോലെ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഓർപ്പിച്ചുണർത്തുന്ന ഒരു പാട്ടാണ്. ഒരു സഭായോഗത്തില് ഞങ്ങൾ ഇങ്ങനെ ആത്മാവിൽ നിറഞ്ഞിരിക്കുക, ഞാനൊക്കെ ഭയങ്കരമായി ആരാധിക്കുക. അല്ലെങ്കിൽ ഞാൻ സാക്ഷി പറഞ്ഞിരുന്നു. പെട്ടെന്ന് എന്റെ പ്രിയപ്പെട്ടവൻ എഴുന്നേറ്റു പാടിയ പാട്ട. എന്നെ നോക്കി, വിശ്വാസികളല്ല എന്നെ നോക്കി എന്നോട് ചോദിക്കും പോലെ പാട്ട് പാടുക. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ? ഞാൻ ആകപ്പാടെ ഇരുന്നു പോയി. ഞാനൊന്ന് ചിന്തിച്ചു, ദൈവാത്മാവാണോ ഇദ്ദേഹത്തെ കൊണ്ട് ഇത് പാടിച്ചത് എന്ന് തോന്നിപ്പോയി. ഞാൻ എന്നെ തന്നെ ദൈവസന്നിധി. അപ്പോൾ എന്റെ മുഖമൊക്കെ ഒന്ന് മാറി. അത്ര ജനങ്ങൾ കാണുന്നതല്ലേ, എങ്കിലും എന്റെ ഹൃദയം തേങ്ങി. അപ്പാ, എന്റെ വിളക്കിൽ എണ്ണയുണ്ടോ? എന്നെ തന്നെ ഒന്ന് കണ്ടുണരുവാൻ എനിക്കിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് കണ്ടുണരാം. നമ്മൾ ആരും കാത്തിരിക്കുന്നു? അവനോടുള്ള ഓരോരുക്കം നമുക്ക് ആവശ്യമാണ്. ആകയാൽ അവർ ഹല്ലേലൂയ ഒരുമിച്ച് ബുദ്ധിയില്ലാതെ ആയിത്തീർന്നതല്ല. ആത്മീയ ആരാധന അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒറ്റ നോട്ടത്തിലുണ്ട്. മറവാന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. വിശ്വാസത്തിൽ നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ, ദൈവഹിതത്തിലാണോ ഞാൻ ഇന്ന് നടക്കുന്നത്? ദൈവം പറയുന്നത് പോലാണോ ഞാൻ പ്രവർത്തിക്കുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. വിശ്വാസത്തിൽ ഞാൻ നിൽക്കുന്നോ? ഹല്ലേലൂയ എന്ന പരിശോധന നമ്മുടെ ആത്മീയ നിലവാരം നമ്മുടെ ആത്മീയ നിലവാരം എന്ന് പറയുന്നത് അത് ഒരു ദിവസം കൊണ്ട് ഹല്ലേലൂയ ഉയരുന്നതല്ല. അത് ദിനം തോറും ഒഴുകി വരുന്നതാ. ഹല്ലേലൂയ അതിന്റെ പുറകിലെ വാക്യങ്ങളോട്ട് നാം വായിച്ചു വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയില് മണവാളൻ താമസിക്കും തോറും അവിടാണ് നമ്മുടെ 5 പേർ തള്ളപ്പെട്ടത്. മണവാളൻ വരുമെന്ന് പറഞ്ഞു. നോക്കി കണ്ണു കഴച്ചു. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ചില ദർശനങ്ങളെ നോക്കി നാം കണ്ണു കഴച്ച് ഹല്ലേലൂയ വാതിലങ്ങ് അടയ്ക്കും. പിന്നെ ആ വിളക്ക് നോക്കാറില്ല. മണവാളൻ താമസിക്കുമ്പോൾ അവര് മയക്കം പിടിച്ച് ഉറങ്ങിപ്പോയി. എങ്ങോട്ടാ? ലോകത്തിലേക്ക് ഇറങ്ങി. ലോകത്തിലുള്ളവർ ചെയ്യുന്നത് പോലെ ലോക സ്നേഹത്തെ പിടിച്ച് പലതിലുമായിപ്പോയി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു. അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്നൊരു ആർപ്പ് അവിടെ കേൾക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവസഭ എവിടെയാണ് ഹല്ലേലൂയ നമ്മുടെ എണ്ണ പകരപ്പെടേണ്ടതിന്? ഇവിടെ താഴോട്ട് പറയുകയാണ്. ആർപ്പിന്റെ ശബ്ദം കേട്ടു. അവര് 10 പേരും എണീറ്റു. ഹാലലു പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഞങ്ങൾ എന്തിനു വേണ്ടിയാ വന്നേന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. മണവാളനെ എതിരേൽക്കുവാനാ, മണവാളുടെ മണവാട്ടിയാ ഞാന്. അതുകൊണ്ട് അവർ അങ്ങനെയൊക്കെ ഒരുങ്ങിയെങ്കിലും എടുക്കുവാനുള്ള പ്രധാനപ്പെട്ട സാധനം എടുത്ത് കുലുക്കി നോക്കിയപ്പോൾ അതിൽ സാധനമില്ല. പെട്ടെന്ന് അവര് പരമസ്ഥരായി. എന്നിട്ട് അവര് മറ്റവരുടെ അടുത്ത് പറഞ്ഞു, ഹല്ലേലൂയ ഞങ്ങൾ കൂടെ തരണേ. മറ്റൊരു ബുദ്ധിയുള്ളവരാണെന്ന് അതാ പറഞ്ഞേ. അവർക്ക് ഒഴിച്ചു കൊടുത്താൽ മണവാളൻ വരുമ്പോൾ വിളക്ക് കത്തിക്കുവാൻ സാധ്യമല്ല. നിങ്ങൾ വിൽക്കുന്നവിടത്ത് പോയി വാങ്ങിക്കാൻ പറഞ്ഞു. സാധാരണ എണ്ണ വാങ്ങിക്കുന്ന കടയിൽ നിന്നാ. എന്നാൽ നാം എവിടെ നിന്നാ എണ്ണ വാങ്ങിക്കുന്നത്?
എവിടെ ചെന്നാൽ നമുക്ക് എണ്ണ കിട്ടും. വിശ്വാസികളായ നമുക്ക് ദിനംതോറും എണ്ണ നിറയ്ക്കപ്പെടേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, നമ്മളെ ശേഖരിച്ചു വെക്കണം. എപ്പോൾ? എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകില്ലേ? നമ്മുടെ സഭയിൽ നിന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇത് വാങ്ങേണ്ടത് നമ്മുടെ സഭയിലാണ്. ഇത് നടക്കേണ്ടത് ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ സഭയിലാണ്. ആർക്കും പ്രവർത്തിക്കാത്ത ഒരു രാത്രി നമ്മുടെ ജീവിതത്തിൽ വരും. അതാണ് ഇവർക്ക് പറ്റിയത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുപോലെ നമ്മുടെ കൈ ബലപ്പെട്ടിരിക്കുമോ? ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ എണ്ണകളിൽ ശേഖരിക്കാം. നമുക്ക് ലഭിക്കുന്ന സമയം, എന്റെ സഭാ ശുശ്രൂഷകനെ എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ പ്രസംഗം എനിക്ക് പിടിക്കത്തില്ല എന്ന് വിചാരിച്ചു പോകാതിരുന്നാൽ നിന്റെ എണ്ണയിൽ സുഷിരങ്ങൾ വീഴുവാനിടയായി തീരും. എന്നാൽ ഒരാഴ്ച പ്രാർത്ഥിച്ച് ശേഖരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന എണ്ണ നാൾക്കുനാൾ നിറയ്ക്കപ്പെട്ടാൽ, നാൾക്കുനാൾ നിറയ്ക്കപ്പെട്ടാൽ ഹല്ലേലൂയ, നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മൾ തളർന്നു പോകാതിരിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ, ദിനം തോറും നിറയ്ക്കണം, പരിശുദ്ധ ആത്മാവിൽ നിലനിൽക്കണം. പണ്ടത്തെ വീട്ടിലൊക്കെ നാം കാണാറില്ലേ, എന്നും വിളക്കെടുത്ത് വെച്ച് ഹല്ലേലൂയ വൃത്തിയാക്കും, മണ്ണെണ്ണ ഒഴിക്കും. അതിനൊക്കെ ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊന്നും സമയമില്ല. നമ്മുടെ ആരുടെ രൂപമോ ഭാവമോ സൗന്ദര്യമോ ഒന്നും കൊണ്ട് മണവാളനെ എതിരേൽക്കാൻ സാധിക്കുകയില്ല. നമ്മൾ പറയും, കർത്താവേ, ഞാൻ കുറെ നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, കുറെ നാളായി ഞാനാ ലീഡ് ചെയ്യുന്നത്, ഞാനാ പ്രസംഗിക്കുന്നത്. എന്നാൽ നിന്റെ പാരമ്പര്യം പറച്ചിലോ, നിന്റെ ഹല്ലേലൂയ ദീർഘമായ കാര്യങ്ങളോ യഹോവയ്ക്ക് അത് പ്രശ്നമേ അല്ല. നീ ആരാ? കുടുംബ പേര് പറഞ്ഞ ലോകത്തിൽ നിനക്ക് വലിയൊരു കാര്യമുണ്ടാകും. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവെന്ന എണ്ണ നിന്റെ മേൽ ഉണ്ടെങ്കിൽ വന്ന് കതികൾ തട്ടുമ്പോൾ പ്രകാശിച്ച വിളക്കുമായി നിന്നാൽ മണവാളനോട് കൂടെ മണിയറയിൽ പ്രവേശിക്കുവാൻ ഇടയായി തീരും. എന്നാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രാർത്ഥന, പ്രസംഗം, ഇതൊക്കെ നമ്മുടെ സ്റ്റൈലൊക്കെ കൊള്ളാം. എന്നാലും പരിശുദ്ധാത്മാവെന്ന എണ്ണ ഇല്ലെങ്കിൽ, ഉള്ളിൽ ആത്മാവിന്റെ ചലനം ഇല്ലെങ്കിൽ ദൈവ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഉദാഹരണം, നാം ഉപയോഗിക്കുന്ന ഫോൺ ഉണ്ടല്ലോ, നമ്മുടെ ഫോണുണ്ട്, എന്നും എടുത്ത് നോക്കി നോക്കി വെച്ചോണ്ടിരുന്നാല് ഹല്ലേലൂയ ചാർജ് ചെയ്യുന്നുണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ വിളിക്കാൻ നോക്കുമ്പോൾ അത് റീചാർജ് ചെയ്തില്ലെങ്കിൽ, ഹല്ലേലൂയ, അതിൽ അപ്ഡേഷൻ വന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, നമുക്കും പിതാവും തമ്മിലുള്ള ബന്ധം അറ്റുപോകുവാനിടയായി തീരും. നാം വിളിക്കും, പക്ഷെ അപ്പുറത്തെ തലത്തിൽ കേൾക്കില്ല, നീ പോകില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പകർന്നു തരുവാൻ ഹല്ലേലൂയ, നമ്മുടെ ഓട്ടത്തിന്റെ ആരംഭത്തിൽ നാം ഒത്തിരി അധ്വാനിച്ചു, നാം ഒത്തിരി ഹല്ലേലൂയ ഓടി. നമ്മുടെ പേരും ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. കാത്തിരിപ്പിന്റെ ക്ഷമ കുറഞ്ഞപ്പോൾ പതുക്കെ ലോകത്തിലേക്ക് ഇറങ്ങി മോഹങ്ങളിൽ, ഹല്ലേലൂയ, ലോകമോഹങ്ങളിൽ അകപ്പെട്ടു. വിശ്വാസത്തിന്റെ തീഷ്ണത കുറഞ്ഞു. നിൽക്കുമ്പോഴല്ല കർത്താവ്, ചിലപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും കർത്താവ് വരുന്നത്. നമുക്ക് പുറപ്പെടുവാൻ പറ്റുമോ? ദൈവവചനത്തിന്റെ നാളോ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ദൈവവചനത്തിന്റെ നാളോ കള്ളനെ പോലെ വരും. കർത്താവിന്റെ വരവ് അറിയായികയാൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ദൈനംദിന ജീവിതത്തിൽ നാം പുതുക്കപ്പെടണം. ദൈനംദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവെന്ന എണ്ണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് മറ്റുള്ളവർക്ക് പ്രത്യാശ കുറഞ്ഞു പോകരുത്, സ്നേഹം കുറഞ്ഞു പോകാതെ, വിശ്വാസം, കൂട്ടായ്മ ഇവ കുറഞ്ഞു പോകാതെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് നിലനിൽക്കാം. ദാവീദ് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ദൈവത്തോട് പറയുക, വലിയൊരു ദാവീദല്ല, മോശ പറയുകയാണ്, വലിയൊരു ജനത്തെ നയിക്കുന്ന ഒരു ലീഡർഷിപ്പ് എനിക്കുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, എന്റെ വിഷയത്തിന്മേല് ദൈവം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ, കർത്താവ് പറയുന്ന ദൂതനെ അയക്കാമെന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് ദൂതനെയല്ല വേണ്ടത്, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരണപ്പാ. ഒരു ജനത്തെ നടത്തുന്നു എന്നൊരു ഭാവം എന്റെ ജീവിതത്തിലില്ല. എനിക്ക് കാണേണ്ടത് നിന്റെ മുഖമാണ്, നിന്റെ തേജസ്സാണ്, നിന്റെ പരിശുദ്ധാത്മാവാണ് എനിക്ക് ഹല്ലേലൂയ കാണേണ്ടത്. അതുകൊണ്ട് എനിക്ക് ആ ദർശനം ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദീർഘനാൾ വിശ്വാസിയായിരിക്കാം, പ്രാർത്ഥന ഉണ്ടായിരിക്കാം, കർത്താവ് ഹല്ലേലൂയ വിളിച്ചു വേർതിരിക്കപ്പെട്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനായിരിക്കാം. എന്നാൽ നിങ്ങളുടെ എണ്ണ, പരിശുദ്ധാത്മാവ് എണ്ണ നിങ്ങളുടെ റാന്തലിലുണ്ടോ, എണ്ണയുണ്ടോ? ഒന്ന് പരിശോധിച്ചു നോക്കൂ. ദൈവം മുഖം നോക്കി ഇറങ്ങി തിരിച്ച അബ്രഹാമിന്
ലഭിച്ച പോലെ ഹാലലി സിംസോനെ ഓർക്കാം. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. എന്നാൽ ആ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട് ഹാലലൂയ അപ്പോഴും അവൻ നിലവിളിച്ചു, കർത്താവേ നിന്റെ ശക്തി ഒന്ന് പകരണമേ. ഈ നിഹിതന്മാർ ഹാലലൂയ എന്നെ തറ പറ്റിക്കുവാനിടയാക്കാതെ ഹാലലു ദീർഘമായി ഒരു പക്ഷേ കാത്തിരിക്കുന്ന നിങ്ങൾ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. ക്ഷീണിച്ചു പോകരുത്. ദിനംതോറും എണ്ണ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിളക്കിൽ നിറയ്ക്കുന്നവരായി യഹോവയെ കാത്തിരിക്കുന്നവർ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. അതുകൊണ്ട് ലജ്ജിക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം. ഓടി ഹാലലൂയ ഹാലലു ചില ദൈവദാസന്മാർ പറയുന്നത് പോലെ പാടി പ്രാർത്ഥിച്ച് ഉള്ള സൂമിലെല്ലാം കയറി അനുഗ്രഹം പ്രാപിച്ചു എന്ന് വിചാരിക്കുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തില് ഹാലലു ശോധന ചെയ്യുവാൻ ഞാൻ എങ്ങനെയായിരിക്കുന്നു അപ്പ? എന്റെ കയ്യിൽ എണ്ണയുണ്ടോ? മണവാളനെ എതിരേൽക്കുവാൻ, മണിയെ കയറുവാൻ കർത്താവ് എനിക്ക് യോഗ്യത ഉണ്ടോ? ഇല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് മടങ്ങി വാ. ഹാലലൂയ പഴയ പ്രാർത്ഥനയിലേക്ക് യഹോവേ നമുക്ക് കാത്തിരിക്കാം. അവൻ നമ്മുടെ നിലവിളി കേൾക്കും. നമ്മുടെ വാക്യങ്ങൾക്ക് അനുസൃതമായി നമുക്ക് മുന്നോട്ട് പോകുവാൻ ആ 10 കന്യകമാരെ പോലെ 5 പേരെ പോലെ ബുദ്ധിയുള്ളവരായി തീരാം. ബുദ്ധി സ്വർഗത്തിലെ ദൈവം ഹാലലൂയ നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ട് പരിശുദ്ധാത്മാവെന്ന എണ്ണ ഹാലലൂയ എടുത്ത് നമുക്ക് മണവാളനെ എതിരേൽപ്പാൻ ഒരുങ്ങി നിൽക്കാം. ഹാലലൂയ ഹാലലൂയ. ദൈവസ്ഥലത്തിൽ കാത്തിരിപ്പിന് ഒത്തിരി ഹാലലി വിശകലനങ്ങളുണ്ട്. ദൈവസ്ഥലം നമുക്ക് പറയാൻ, കർത്താവ് എന്റെ മേൽ ദൈവത്തിന്റെ ഒരു ദർശനം, എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണണം അപ്പ. നിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിനാലൊന്ന് നിറയപ്പെടുവാൻ ഈ ഉപവാസ പ്രാർത്ഥന നമുക്കിടയാകട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം. വിശുദ്ധിയോടെ വേർപാട് മണവാളിന് ഉത്തമ മണവാട്ടിയായി നമുക്ക് നിലകൊള്ളുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതിന്റെ ഓരോ വാക്യങ്ങളും നിങ്ങളെ ചിന്തിച്ച് പുനർപരിശോധന ചെയ്ത് ദൈവസന്നിധിയിൽ നിലനിൽക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗത്തിലെ നല്ല ദൈവമേ, ഈ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവെ നിന്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വചനം പ്രിയപ്പെട്ടവരുടെ മേൽ ക്രിയ ചെയ്ത് ദൈവനാമ മഹത്വത്തിനായി വിശ്വാസത്തോടെ അപ്പന്റെ നല്ല മണവാട്ടികളായി ഒരുങ്ങുവാൻ ഹാലലൂയ ഈ ലോകത്തിന്റെ മയക്കങ്ങളിൽ ഉറങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി പകർന്നാട്ട് നിന്റെ തേജസ് പരിശുദ്ധാത്മാവെന്ന് എന്നെ പ്രാപിച്ചെടുക്കുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ